മക്തൂബ്, അയാൾ മെല്ലെ പറഞ്ഞു. എന്നുവെച്ചാൽ? ഒരറബിക്ക് ആ വാക്കിന്റെ അർത്ഥം തികച്ചും മനസ്സിലാകൂ. നിന്റെ ഭാഷയിൽ എഴുതപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ഹുക്കയിലെ കനൽ കെടുത്തി. നിന്റെ ആഗ്രഹം പോലെയാകട്ടെ. നമുക്ക് ചായക്കച്ചവടം തുടങ്ങാം. സ്ഫടിക ഗ്ലാസുകളിൽ തന്നെ ചായ പകർന്നു വിൽക്കാം. പുഴയുടെ ഒഴുക്ക് ആർക്ക് തടയാനാകും? കുന്നുകയറി വരുന്നവർ മുകളിലെത്തുമ്പോഴേക്കും നന്നേ ക്ഷീണിക്കും. അപ്പോഴേക്കും ആ സ്ഫടിക പാത്രക്കട കണ്ണിൽപ്പെടും. അവിടെ നല്ല ചായയും കിട്ടും. പുതിനയിലയിട്ട് തിളപ്പിച്ച് മണവും രുചിയുമേറിയ ചായ, ഭംഗിയുള്ള ചില്ലു ഗ്ലാസുകളിൽ. ക്ഷീണം മാറാൻ ഉത്തമം. ഹായ്, ചില്ലു ഗ്ലാസുകളിൽ ചായയോ? എൻ്റെ ഭാര്യയ്ക്ക് ഈ സൂത്രം അറിഞ്ഞുകൂടാ. നല്ല രസം. ഒരാൾ ഏതാനും ഗ്ലാസുകൾ അപ്പോൾ തന്നെ വാങ്ങി ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തു. അന്നു രാത്രി അയാളുടെ വീട്ടിലൊരു വിരുന്നുണ്ടായിരുന്നു. ചില്ലു ഗ്ലാസുകളിൽ പകർന്നു നൽകിയ ചായ. അതിഥികൾക്കും അത് കൗതുകമായി. വേറൊരാൾ അഭിപ്രായം പറഞ്ഞു. ചില്ലു ഗ്ലാസുകളിൽ പകർന്നു വെക്കുമ്പോൾ ചായയുടെ രുചിയും മണവും കുറെ അധിക നേരം വിടാതെ നിൽക്കുന്നു. ഇനിയൊരാൾ കണ്ടെത്തിയത് സ്ഫടികത്തിന് എന്തോ നിഗൂഢ ശക്തിയുണ്ടെന്നാണ്. അതുകൊണ്ടാണ് കിഴക്കൻ രാജ്യങ്ങളിലുള്ളവർ പണ്ട് മുതൽക്കേ സ്ഫടിക ഗ്ലാസുകളിൽ ചായ കുടിക്കുക ശീലമാക്കിയതത്രേ. എന്തായാലും നാളേറെ കഴിയുമ്പോഴേ പുതിയ ചായക്കട നാട്ടിലാകെ പേരുകേട്ടു. കുന്നുകയറി ധാരാളം പേർ അവിടെ ചായ കുടിക്കാനെത്തി. കച്ചവടം പഴയതു തന്നെ, പക്ഷേ രീതികൾ തികച്ചും പുതുമയാർന്നവ. വേറെ ചില കടക്കാരും ആ രീതി സ്വീകരിച്ചു. ചായ വിൽപ്പന ചില്ലു ഗ്ലാസുകളിലാക്കി. പക്ഷേ അതൊന്നും അത്ര മെച്ചപ്പെട്ടില്ല. കുന്നിൻ ചെരുവിലുള്ള ആ കടയ്ക്ക് അതിൻ്റെതായ ഗുണമുണ്ടായിരുന്നു. അങ്ങനെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു. സഹായികളായി 2 പേരെ കൂടി മുതലാളി കടയിൽ നിർത്തി. സ്ഫടിക പാത്രങ്ങളോടൊപ്പം ധാരാളം ചായയും അയാൾ വിദേശത്തു നിന്ന് വരുത്തിച്ചു. കടയിൽ എപ്പോഴും നല്ല തിരക്ക്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും. എന്തിലായാലും പുതുമ. ആളുകൾക്ക് അതാണ് വേണ്ടത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവൻ പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്നു. കൃത്യം 11 മാസവും 9 ദിവസവുമായി അവൻ ഈ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയിട്ട്. ഇന്നേ ദിവസം ഉപയോഗിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചിരുന്ന പുതിയ വസ്ത്രങ്ങൾ അവൻ ധരിച്ചു. അറബി വേഷമായിരുന്നു. വെളുത്ത കുപ്പായം, തല മൂടിക്കെട്ടാനുള്ള തുണി, അത് വേണ്ട വിധത്തിൽ ഉറപ്പിച്ചു കെട്ടി നിർത്തുന്ന ഒട്ടകത്തോൽ കൊണ്ടുള്ള കറുത്ത വളയം, കാലിൽ പുതിയ ചെരുപ്പുകൾ. അവൻ താഴേക്കിറങ്ങി വന്നു. നഗരം അപ്പോഴും ഉറക്കമുണർന്നിരുന്നില്ല. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. ഒരു സാൻഡ്വിച്ചും തിന്നു. ഉമ്മറപ്പടിയിൽ ചെന്നിരുന്ന് ഹുക്ക വലിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നേരം കുറേശ്ശെ വെളുക്കാൻ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ അവൻ ഹുക്കവലിയുടെ രസത്തിൽ മുഴുകി. എന്തോ മൂളിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വീശിയെത്തിയ കാറ്റിൽ മരുഭൂമിയുടെ ഗന്ധം. ഹുക്ക വലിച്ചു തീർന്നപ്പോൾ കുപ്പായ കീശയിൽ കൈയിട്ട് അവൻ എന്തോ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. അത് ഒരു കെട്ട് നോട്ടുകളായിരുന്നു. കുറച്ചുനേരം ആ പണവും കയ്യിൽ വെച്ചവൻ ആലോചനയിൽ മുഴുകി. 120 ആടുകളെ വാങ്ങിക്കാനുള്ള പണമുണ്ട്. നാട്ടിൽ ചെന്നെത്താനുള്ള ടിക്കറ്റുമുണ്ട്. പിന്നെ എന്തു വേണമെങ്കിലും ആഫ്രിക്കയിൽ നിന്ന് സ്വദേശത്തേക്ക് ഇറക്കുമതി ചെയ്യിക്കാനുള്ള അനുമതി പത്രവും. മുതലാളി ഉണർന്ന് കട തുറക്കാനായി അവൻ കാത്തിരുന്നു. അയാൾ എഴുന്നേറ്റു വന്നപ്പോൾ 2 പേരും കൂടി വീണ്ടും ഓരോരോ ഗ്ലാസ് ചായ ഉണ്ടാക്കി. ഞാനിന്ന് യാത്രയാവുകയാണ്, അവൻ പറഞ്ഞു. ആടുകളെ വാങ്ങിക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. മക്കയിൽ പോയി വരാനുള്ള തുക നിങ്ങളുടെ കയ്യിലും. അയാൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്നെ അനുഗ്രഹിക്കണം. ഈ സഹായം ഞാനൊരിക്കലും മറക്കുകയില്ല. അവൻ തല കുനിച്ചു. അയാളുടെ നോട്ടം അപ്പോഴും ചായയിലായിരുന്നു. ഏതാനും നിമിഷം കഴിഞ്ഞിട്ടാണയാൾ അവൻ്റെ നേരെ തിരിഞ്ഞത്. നീ മിടുക്കനാണ്. ആദ്യം മുതലേ നിന്നെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. എൻ്റെ ഈ ചില്ലുപാത്രക്കടയ്ക്ക് നീ പുതിയൊരു ഉണർവ് നൽകി. പക്ഷേ നിനക്കറിയാലോ, ഞാൻ മക്കയ്ക്ക് പോകുന്നില്ല. നീ ആടുകളെ വാങ്ങാനും പോകുന്നില്ല. എന്നാരു പറഞ്ഞു? ഒരു ഞെട്ടലോടെയാണവൻ അത് ചോദിച്ചത്. മക്തൂബ്,
നിന്റെ തലയിലെഴുത്ത്. ഒരു മന്ത്രമുരുവിടും പോലെ അയാൾ പറഞ്ഞു. എങ്കിലും അയാൾ അവനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. അവൻ സ്വന്തം മുറിയിൽ ചെന്ന് സാധനങ്ങളൊക്കെ കെട്ടിയൊതുക്കാൻ തുടങ്ങി. 3 സഞ്ചി നിറയെ സാധനങ്ങൾ. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ മുറിയുടെ ഒരു മൂലയിൽ കിടക്കുന്നു അവൻ്റെ പഴയ സഞ്ചി. ഇടയന്മാർ തോളിൽ തൂക്കിയിട്ടു നടക്കുന്ന ഒന്ന്. അങ്ങനെയൊന്ന് തൻ്റേതായി അവിടെ ഉണ്ടായിരുന്നെന്നു തന്നെ അവൻ ഓർത്തിരുന്നില്ല. സഞ്ചി തുറന്ന് അതിലുണ്ടായിരുന്ന കോട്ട് അവൻ പുറത്തേക്കെടുത്തു. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. വഴിയിൽ വല്ലവർക്കും കൊടുക്കാം. അപ്പോഴാണ് ആ 2 കല്ലുകൾ താഴെ വീണത്. യുറീമും തുമ്മീമും. ഓർമ്മകളിൽ പെട്ടെന്ന് ആ വയസ്സൻ രാജാവിൻ്റെ മുഖം തെളിഞ്ഞു. കുറെ നാളായി അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കാറില്ലായിരുന്നു. കൊല്ലം 1 തികയാൻ പോകും.